പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇറാൻ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തി. യുദ്ധം വളരെ പൂർണ്ണമായ അവസ്ഥയിലെത്തിയെന്നും അതുടൻ അവസാനിക്കുമെന്നും ട്രംപ് പറഞ്ഞത് ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റി. എന്നാൽ ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ശക്തമായ മറുപടി നൽകി. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ ഭാവി അമേരിക്ക തീരുമാനിക്കില്ല എന്നും അതിന്റെ അവസാനം നിർണ്ണയിക്കുന്നത് ഇറാന്റെ സായുധ സേനയാണെന്നും IRGC വ്യക്തമാക്കി. ഇതിന്റെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഗതാഗത പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ആഗോള ശ്രദ്ധയിൽപ്പെട്ടു. ഈ കടലിടുക്കിലൂടെ ലോകത്തിന്റെ വലിയൊരു വിഹിതം എണ്ണയാണ് കടന്നുപോകുന്നത്. അതിനാൽ ഇറാന്റെ മുന്നറിയിപ്പ് അന്താരാഷ്ട്ര വിപണിയിലും ആശങ്ക ഉയർത്തുകയാണ്. ട്രംപ് ഇതിന് പിന്നാലെ ഇറാന്റെ സൈനിക ശേഷി തകർന്നുവെന്ന അവകാശവാദവും ഉന്നയിച്ചു. ഇറാന്റെ നാവികസേനയും ആശയവിനിമയ സംവിധാനങ്ങളും തകർന്നുവെന്നും അവരുടെ വ്യോമസേന പ്രവർത്തനരഹിതമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ മിസൈൽ സംവിധാനങ്ങളും ഡ്രോൺ നിർമ്മാണ ശേഷിയും വലിയ രീതിയിൽ നശിച്ചുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ഇറാനിയൻ സൈനിക വൃത്തങ്ങൾ ഈ അവകാശവാദങ്ങളെ ശക്തമായി തള്ളിക്കളഞ്ഞു. രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോഴും ശക്തമാണ് എന്നും യുദ്ധത്തിന്റെ ദിശയും അവസാനവും തീരുമാനിക്കുക ഇറാന്റെ സായുധ സേനയാണ് എന്ന നിലപാട് അവർ വീണ്ടും ആവർത്തിച്ചു. ഇതിനിടെ ഇറാനിലെ രാഷ്ട്രീയ സാഹചര്യത്തിലും വലിയ മാറ്റം സംഭവിച്ചു. വ്യോമാക്രമണത്തിൽ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ മുസ്തഫ ഖമേനി പുതിയ പരമോന്നത നേതാവായി ചുമതലയേറ്റു. ഈ നേതൃപരിവർത്തനത്തിന് പിന്നാലെ ഇറാന്റെ രാഷ്ട്രീയവും സൈനികവുമായ നിലപാട് കൂടുതൽ ഉറച്ചതായാണ് വിലയിരുത്തപ്പെടുന്നത്. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം മേഖലയുടെ ഭാവിയെയും ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങളെയും ബാധിക്കുമെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്.